Hi UPSC aspirants, welcome to IAS Basics. PYQ, Previous Year Questions. പണ്ട് ആസ്പിരൻസിൻ്റെ ഇടയിൽ ഇത്രയും വലിയൊരു PYQ പഠിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റും അല്ലെങ്കിൽ അങ്ങനെ ഒരു അവയർനെസ് കുറവായിരുന്നു. ഇപ്പോൾ എല്ലാവരും PYQ നന്നായി പഠിക്കുന്നുണ്ട്. ശരിക്കും PYQ പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗൈഡിങ് ലൈറ്റ്. നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ പഠിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു ആസ്പിരൻ്റ് ഒരു ബുക്ക് എടുത്ത് പഠിക്കുമ്പോൾ ആ ബുക്കിൽ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ഇതിൽ എന്താണ് പഠിക്കേണ്ടത്, ഇതിൽ എങ്ങനെയാണ് നമ്മുടെ ലൈൻ ഓഫ് തിങ്കിങ് നമ്മൾ കൊണ്ടുവരേണ്ടതെന്നെല്ലാം PYQ നമ്മൾ കാണിച്ചു തരും. 2011 തൊട്ട് അറ്റ്ലീസ്റ്റ് 2025 വരെയുള്ള പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ലുക്ക് അറ്റ് ദ ഫ്രെയിമിംഗ്, ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻസ്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ RBIനെ കുറിച്ചാണ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 6 പ്രാവശ്യം RBIനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെ, റിവേഴ്സ് റിപ്പോ റേറ്റ് ഇതൊക്കെ കൂടുവോ കുറയോ, ഈ ആസ്പെക്റ്റൊക്കെ 5-6 പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് ടൈം വെൻ യു റീഡ് എ ബുക്ക്, UPSC ഒരു ബുക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ RBIയുടെ കുറിച്ച് കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആ ലൈൻ ഓഫ് തിങ്കിങ് ഓപ്പറേറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, സോ ഐ ഷുഡ് റേസ് മൈ തിങ്കിങ് ടു ദിസ് ലെവൽ. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദ ഡിമാൻഡ് ഓഫ് ദി എക്സാമിനേഷൻ. സോ PYQ നല്ലോണം വായിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം എത്ര പഠിച്ചാലും ഓരോ ക്വസ്റ്റ്യനും ഓരോ ഏരിയയും ഏത് ലൈൻ ഓഫ് തിങ്കിങ്, ഏത് ലെവലിലേക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ് ഉയർത്തണം എന്നുള്ള ഒരു ഗൈഡിങ് ലൈറ്റാണ് PYQ. സോ അഡ്വൈസ് ഓൾ ഓഫ് യു ടു റീഡ് PYQs.